ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ടൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ LP UP സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മഹാത്മാഗാന്ധിജി എന്ന് പറയുന്നത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കാം. ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ വളരെ വലിയൊരു ടോപ്പിക്കാണ് അല്ലെ, നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങൾ വായിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ എന്താണ്, ജസ്റ്റ് ഒരു പേപ്പർ പെന്നൊക്കെ എടുത്തിട്ട് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സിന്റെ അവസാനം എത്ര മാർക്കാണ് കിട്ടിയത് എന്ന്, എത്ര മാർക്കാണ് സ്കോർ ചെയ്തത് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ചോദ്യങ്ങൾ വായിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ട്, ഒബ്ജക്റ്റീവ് തലത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ട്. മിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. തീർച്ചയായിട്ടും തുടക്കക്കാർക്കും അതേപോലെ തന്നെ റിവിഷൻ കഴിഞ്ഞവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇതെന്ന് ഞാൻ ആദ്യമേ ഉറപ്പ് തരികയാണ്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ വളരെ വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമത്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരമാണ് 1918 അഹമ്മദാബാദ് മില്ല് തൊഴിലാളി സമരം എന്ന് പറയുന്നത്. മൂന്നാമത്, ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമരമാണ് റൗലറ്റ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. നാലാമത്, ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 3ാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു, ഓപ്ഷൻസും വായിച്ചു. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ള ഉത്തരം? ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസർ കണ്ടെത്തി കാണും എന്ന് കരുതുന്നു. ഏതാണ് തെറ്റായ ഉത്തരം? ഡി ആണ് അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 3ാം വട്ടമേശ സമ്മേളനം എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. 3ാം വട്ടമേശ സമ്മേളനമല്ല, 2ാം വട്ടമേശ സമ്മേളനമാണ്. 2ാം വട്ടമേശ സമ്മേളനം അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നാണ് പറയുക. വട്ടമേശ സമ്മേളനം എവിടെയാണ് നടന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലണ്ടനിൽ വെച്ചാണ് നടന്നത്. ലണ്ടനിൽ വെച്ചാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. അതിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 2ാം വട്ടമേശ സമ്മേളനമാണ്. 1930, 31, 32 വർഷങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 2ാം വട്ടമേശ സമ്മേളനമാണ്. ഓക്കെ, അപ്പൊ 1ാം വട്ടമേശ സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു ആണ്. പിന്നീടുള്ള വട്ടമേശ സമ്മേളനങ്ങളിൽ വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു അന്നേരം വൈസ്രോയി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഫാക്ട് കൂടെ പരിചയപ്പെടുത്തുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് നിങ്ങൾക്ക് അറിയാം, ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ ഭരണഘടനയുടെ ശില്പി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ളത്. അതുകൂടാതെ തേജ് ബഹദൂർ സപ്രു കൂടെ ഉണ്ട് കേട്ടോ. ഇവര് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2ാം വട്ടമേശ സമ്മേളനം നിരാകരിച്ചു. അതായത് ഗാന്ധിജിയുടെ തീരുമാനം, അദ്ദേഹം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി വേണം, ഡൊമിനിയൻ
പദവി വേണമെന്ന് ആവശ്യപ്പെടുന്നു, പക്ഷെ അത് അനുവദിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നാലാമത്തെയാണ്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലെ ഒരു ഗ്രാമമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. ബീഹാറിലെ ഒരു ഗ്രാമമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. അപ്പോ വർഷം ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റി 1917. ഈ വർഷം വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ലോകത്ത് വിപ്ലവങ്ങൾ പഠിക്കുന്ന സമയത്ത് റഷ്യൻ റവല്യൂഷൻ നടന്ന വർഷം എന്ന് പറയുന്നത് 1917 അല്ലെ? റഷ്യൻ റവല്യൂഷൻ എന്നാണ് നടന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 1917 നമ്മൾ ഉത്തരമായിട്ട് പറയുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്? ബീഹാറിലെ ഒരു ഗ്രാമമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. അവിടെയുള്ള നീലം തോട്ടത്തിലെ കർഷകർ ധാരാളം ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് എന്ത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ അന്നേരം നിങ്ങൾക്ക് ചമ്പാരൻ സത്യാഗ്രഹം ഉത്തരമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ പറയേണ്ട ഉത്തരം എന്താണ്? അഹമ്മദാബാദ് മില്ലിലെ തൊഴിലാളി സമരം എന്നുള്ളതാണ്. എന്നായിരുന്നു വർഷം? 1918. 1918 തന്നെയാണ് ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം അഹമ്മദാബാദ് മില്ല് തൊഴിലാളി സമരം എന്നുള്ളതാണ്. എന്താണ് അഹമ്മദാബാദിലെ മില്ലിലെ തൊഴിലാളി സമരം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അഹമ്മദാബാദ് മില്ലിലെ തൊഴിലാളികളും അവരുടെ മിൽ ഓണേഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അതായത് തൊഴിലാളികൾക്ക് ഒരു 35% സാലറി വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നടന്നിട്ടുള്ള ഒരു നിരാഹാര സമരമായിരുന്നു ഈ മില്ലിലെ തൊഴിലാളി സമരം എന്ന് പറയുന്നത്. നിരാഹാര സമരം തുടങ്ങിയ ഒരു 4ാം ദിവസം തന്നെ മില്ലുടമകൾ ആവശ്യം അംഗീകരിക്കും. അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യ നിരാഹാര സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ 1918 നിരാഹാര സമരം, അതായത് അഹമ്മദാബാദിലെ മില്ലിലെ തൊഴിലാളി സമരമാണ് നിങ്ങൾ ഉത്തരമായിട്ട് പറയേണ്ടത്. അപ്പൊ ചമ്പാരനും അതേപോലെ തന്നെ അഹമ്മദാബാദ് മില്ലിലെ തൊഴിലാളി സമരവും തമ്മിൽ മാറിപ്പോരുത്. 2 ഫാക്ട് പഠിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. നിരാഹാര സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമാണ് പറയേണ്ടത്. ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സമരമാണ് റൗലറ്റ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. വർഷം ഞാൻ ഇവിടെ എഴുതാം, 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ടുള്ളത് 1919. അപ്പൊ റൗലറ്റ് സത്യാഗ്രഹം ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1919. അപ്പൊ റൗലറ്റ് ആക്ടിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എന്താണ് റൗലറ്റ് ആക്ട്? വിചാരണ കൂടാതെ ആരെപ്പ വേണമെച്ചാലും തടവിലാക്കാം, ജയിലിലിടാം, അങ്ങനെയുള്ള ഒരു ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി റൗലറ്റ് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് 1919. അപ്പൊ ഗാന്ധിജി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ള സമരമാണ് ഏത്? റൗലറ്റ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. വേറൊരു ഫാക്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഗാന്ധിജിയുടെ ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം എന്നുള്ള രീതിക്ക് നമ്മൾ പഠിക്കുന്നത് 1920 നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഏതാണ്? 1920 നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? താഴെ തന്നിരിക്കുന്നത് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു ഏതു സംഭവത്തെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ഖേദ സത്യാഗ്രഹം. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ബി ആണ്, ഉപ്പ് സത്യാഗ്രഹമാണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതുന്നു. വലിയ സംശയങ്ങളൊന്നുമില്ല.
1930 എന്ത് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹം അല്ലെ. ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തിലേക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാര് ഉപ്പിന് വരെ നികുതി നൽകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഉപ്പിന് നികുതി തരാൻ പറ്റില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട്, പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി നടത്തിയിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ദെൻ ചമ്പാരൻ സത്യാഗ്രഹം ഓൾറെഡി നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 1917 ബീഹാറിലെ കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്? 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഉദ്ധരണിയുണ്ട്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറയുന്നത്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആ ഒരു യാത്ര തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ. ഏതായിരുന്നു ആ ഒരു ഉദ്ധരണി അല്ലെ? ഞാൻ ഈ ഒരു സത്യാഗ്രഹത്തിൽ പരാജയപ്പെട്ട ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സംഭാവന ചെയ്യും എന്ന് പറയുന്ന ഒരു ഉദ്ധരണി ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹവുമായിട്ട് എത്ര അനുയായികളാണ് പങ്കെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 78 അനുയായികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ച എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 78 എന്നൊരു നമ്പറാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇതേപോലെ 72 എന്നൊരു നമ്പർ നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 72 എന്ന് ഉത്തരം വരണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, INCയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് പറയാം 72 പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ എത്ര പേരാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത്, എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 78 പ്രതിനിധികളോളം ഉണ്ടായിരുന്നു. അപ്പോ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. ഗേദ സത്യാഗ്രഹം നമ്മൾ പറഞ്ഞതാണ്. 1918 ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗേദ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ, ഗേദ ഗുജറാത്തിലെ ഗേദ എന്ന് പറയുന്ന പ്രദേശത്ത് കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. എന്താണ് അവിടുത്തെ കർഷകർ അനുഭവിച്ച പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃഷിയിൽ വരൾച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വരൾച്ച വന്ന സമയത്ത് കൃഷിക്കാർക്ക് ടാക്സ്, അതായത് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. നികുതിയിൽ കുറച്ച് ഇളവ് വേണമെന്നാണ് ആര് പറയുന്നത്? കർഷകർ പറയുന്നത്. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ഘടകങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് കാലാവസ്ഥ നല്ലതായിരിക്കണം, ജലലഭ്യത ഉറപ്പാക്കണം, ജലം കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ, വരൾച്ച പറ്റില്ല. അപ്പൊ എല്ലാ ഘടകങ്ങളും അനുകൂലമായാൽ മാത്രമാണ് ഒരു നല്ല പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഗേദയിലെ കർഷകര് അനുഭവിച്ചത് വരൾച്ചയായിരുന്നു. വരൾച്ച കാരണം പ്രൊഡക്ഷൻ കുറവായി, അവർക്ക് നികുതി അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? നികുതി കൊടുക്കാത്തതിന്റെ പേരിൽ കർഷകരുടെ ഭൂമിയെല്ലാം പിടിച്ചെടുത്തു, അതേപോലെ അവരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി മാത്രമല്ല സർദാർ വല്ലഭായ് പട്ടേലും ഈ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ബ്രിട്ടീഷുകാർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് നികുതിയിൽ ഇളവ് കൊണ്ടുവരികയും പിടിച്ചെടുത്ത ആ ഒരു സ്ഥലങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ടാണ് ഗേദ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹമാണ്. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്ത ചോദ്യം, 1915 ജനുവരി 9 പ്രാധാന്യം എന്താണ്? ഓക്കെ, ഇതിൽ ഉത്തരം നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കുക, ആൻസർ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. സവർണ ജാഥ,
ക്വിറ്റ് ഇന്ത്യ ദിനം, ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി, ഖിലാഫത്ത് പ്രസ്ഥാനം. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഉത്തരം നിങ്ങൾ കണ്ടെത്തി കാണും എന്ന് കരുതുന്നു. ഓപ്ഷൻ സി ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ് 1915 ജനുവരി 9 എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 1915 ജനുവരി 9 പ്രത്യേകത എന്താണ്, പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ് ജനുവരി 9, 1915 ജനുവരി 9 എന്ന് പറയുന്നത്. സവർണ ജാഥ വലിയ കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ല അല്ലെ. സവർണ ജാഥ ആര് നയിച്ചതാണ്? മന്നത്തു പത്മനാഭൻ. മന്നത്തു പത്മനാഭനെ നിങ്ങൾക്കറിയാം. കേരള റിനൈസൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ NSS അല്ലെ, പെരുന്നാസ്ഥാനമാക്കിയിട്ട് NSSനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും മന്നത്തു പത്മനാഭൻ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. സവർണ ജാഥ എന്ന് പറയുമ്പോൾ വൈക്കം സത്യാഗ്രഹം 1924 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചതാരെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം മന്നത്തു പത്മനാഭനാണ്. എന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം? 1924 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നായിരുന്നു? 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്താണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? ക്വിറ്റ് ഇന്ത്യ സമരം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. ഗാന്ധിജിയുടെ ആ ഉദ്ധരണി ഫേമസ് ആണ്, ഡു ഓർ ഡൈ എന്ന് പറയും. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനമാണ് 1915 ജനുവരി 9 എന്ന് പറയുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റ് എന്നത് പറയുമ്പോൾ എന്താണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ലോകമെമ്പാടുമുള്ള മുസ്ലിംസ് അല്ലെ, മുസ്ലിം വിഭാഗം അവരുടെ ആത്മീയ നേതാവായിട്ട് കരുതുന്നത് ആരെയാണ്? ഖലീഫയാണ്. തുർക്കിയിലുള്ള സുൽത്താൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിന്റെ പേര് ഖലീഫ എന്നാണ് പറയാം കേട്ടോ. ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിഭാഗം ആത്മീയ നേതാവായി കരുതുന്ന ലീഡറാണ് ഖലീഫ എന്ന് പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ നടന്നതിന് ശേഷം ബ്രിട്ടൻ ഖലീഫയെ അപമാനിച്ചതിന്റെ പേരിൽ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗാന്ധിജിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, അടുത്തത് സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഫാക്ട് കുറെ പഠിക്കും. ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? അപ്പൊ ഇതിൽ 4 സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവനയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അറിയാം ഗാന്ധിജിയുടെ ആത്മകഥയാണ് എന്നറിയാം, എല്ലാവരും വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്, യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത്. മൂന്നാമത്തെ ഫാക്ട് നമുക്ക് നോക്കാം. ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് അയ്യങ്കാളിയാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയത്? യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയിട്ടുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുന്നത്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് തെറ്റുത്തരം കണ്ടുപിടിക്കാം. എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഗാന്ധിജി എഴുതിയത് ഏത് ലാംഗ്വേജിലാ? ബംഗാളി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബംഗാളി ഭാഷയിലാണോ ഗുജറാത്തിയിലാണോ? ഗുജറാത്തിലാണ് ഗാന്ധിജി ജനിച്ചിട്ടുള്ളത് അല്ലെ. ഗുജറാത്തിൽ ജനിച്ചു, പോർബന്തറിൽ ജനിച്ചു. ഗുജറാത്തി ഭാഷയിലാണ് അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുള്ളത്, ബംഗാളി ഭാഷയിലല്ല. അപ്പൊ ഇവിടെ ഏതായിരുന്നു വരേണ്ടിയിരുന്നത്? ബംഗാളിക്ക് പകരം ഗുജറാത്തി എന്നാണ് വന്നിരുന്നതെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ അറിഞ്ഞിരിക്കുക, ഗാന്ധിജിയുടെ ആത്മകഥ പഠിച്ചു നമ്മള്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ആത്മകഥ. അത് ഏത് ഭാഷയിലാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ ഗുജറാത്തി ഭാഷയിലാണ്, ബംഗാളിയിലല്ല. ഇനി യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് തിരുവിതാംകൂറിന്റെ
വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്ന ബാരിസ്റ്റർ GP പിള്ള, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. നമ്മുടെ INC-യുടെ ആദ്യത്തെ സെഷനിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുന്നത്. ഒരു ഫാക്ട് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഫാക്ട് കൂടെ ഓർത്തിരിക്കുക. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ബാരിസ്റ്റർ GP പിള്ള. INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഫോം ചെയ്തിട്ടുള്ളത്. അതിന്റെ ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരു മലയാളി ഉണ്ട്, അതാണ് ബാരിസ്റ്റർ GP പിള്ള. അപ്പോ അടുത്ത ഫാക്ട്, ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് അയ്യങ്കാളിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അയ്യങ്കാളിയല്ല, ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സാധുജന പരിപാലന സംഘം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അയ്യങ്കാളിയുടേതാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അയ്യങ്കാളിയെ പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്ഷനിലേക്ക് വരാം. A 1 2, B 2 3, C 4, D 1 4. 4 തെറ്റാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു. അപ്പൊ 4 ഉത്തരം വരുന്ന ഓപ്ഷൻസ് നോക്കേണ്ട കാര്യമില്ല. 1 തെറ്റാണ്. ഗുജറാത്തി ഭാഷയിലല്ലേ രചിച്ചിരിക്കുന്നത്, ബംഗാളി അല്ല. സോ ഓപ്ഷൻ B 2 3 മാത്രമാണ് ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.